ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം ഏഴ്, ശ്ലോക 4. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യഃ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസും സമുഖാ ഭാവാഃ തു ദൂരം ഗതാഃ സാന്ദ്രാ ആനന്ദചരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത് തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായ, മായാദേവി, എത്ര, ഏതൊരു, കദാപി, ഭേദ വിഭിന്ന ഭേദം, അതായത് ബോധം, നോ ഇല്ലാത്തത്, വികുരുതേ ജനിപ്പിക്കുന്നത്, ഭാതേ സ്ഥലം, ജഗദ്ഭ്യഃ എല്ലാ ലോകങ്ങളിലും, ബഹിഹി മേൽഭാഗത്ത്, ശോക ദുഃഖം, ക്രോധ കോപം, വിമോഹ അത്യാഗ്രഹം, സാധ്വ സമുഖാഹ മനോഭാവം, ഭാവാഹ ഭാവങ്ങൾ, തു അതിൻ്റെ, ദൂരം വളരെ ഏറെ, ഗതാഹ പോയിരിക്കുന്നു, സാന്ദ്ര പരമമായ, ആനന്ദചരി ആനന്ദത്താൽ ഉണ്ടാകുന്ന പ്രവാഹം, സന്തോഷത്താൽ ഉണ്ടാകുന്ന പ്രവാഹം, ച കൂടിയത്, എത്ര അത്രയും, പരമജ്യോതി മഹാതേജസ്, പ്രകാശാത്മകെ പ്രകാശം ആത്മാവായി ഇരിക്കുന്നത്, തത് ഇങ്ങനെ, തേ ഭഗവാന്റെ, ധാമ വാസസ്ഥലം, വിഭാവിതം കാട്ടിക്കൊടുത്ത, വിജയതേ വിജയിക്കുമാറാകട്ടെ, വൈകുണ്ഠരൂപം വൈകുണ്ഠത്തിൽ അങ്ങനെ രൂപത്തോടു കൂടിയിരിക്കുന്നത്, വിഭോ ഭഗവാനെ. ഈ ദശകത്തിൽ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും അതിനുശേഷം ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച ആ വൈകുണ്ഠത്തെ തന്നെ ദർശിക്കുവാനുള്ള ഒരു അനുഗ്രഹം കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ മായാദേവി ഏതൊരു വിധത്തിലാണോ ബോധത്തെ ഇല്ലാതായി ജനിപ്പിക്കുന്നത്, അതേ സ്ഥലത്താണ്, അതായത് വൈകുണ്ഠത്തിൽ ഒരിക്കലും മായാദേവിക്ക് പ്രവേശനമേ ഇല്ല. അവിടെ മായാദേവി ഒരിക്കലും കാണാൻ സാധ്യമല്ല. അങ്ങനെ പുറത്ത് നിൽക്കുന്നതാണ് മായാദേവി. വൈകുണ്ഠത്തിൽ പ്രവേശിക്കാതെ നിൽക്കുന്ന ആ മായാദേവിയുടെ ആ ഒരു സമീപനം ഇല്ലാത്ത വൈകുണ്ഠത്തിൽ ദുഃഖമോ കോപമോ അത്യാഗ്രഹമോ എന്ന ഒരു മനോഭാവങ്ങളും അവിടെ ഇല്ല. വൈകുണ്ഠത്തിൽ ഏറെ ദൂരം പോകുമ്പോൾ പരമമായ സന്തോഷത്താൽ പ്രവാഹത്തോടു കൂടി ആ മഹാ തേജസ്, അത്രയും പ്രകാശാത്മകമായ ഒരു ആത്മാവ് ഇങ്ങനെ ഭഗവാന്റെ ആ വാസസ്ഥാനത്ത് അങ്ങനെ ഇരിക്കുന്നത് ഭഗവാൻ നമ്മുടെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വൈകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ എപ്പോഴും വിജയിക്കുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത് തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.